ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലിവർ ഫ്രൈ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലിവർ 1 പൗണ്ട്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, സവോള 1 വലുത് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 3 തണ്ട്, പച്ചമുളക് 4 എണ്ണം 2ആയിട്ട് പിളർന്നത്, വെള്ളം 1/2 കപ്പ്, വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു മൺചട്ടിയിൽ എടുത്തു വച്ചിരിക്കുന്ന ലിവർ ഇട്ടതിന് ശേഷം ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചെറുകെ ഒന്ന് ചൂടാക്കുക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന സവോളയിൽ നിന്നും കുറച്ചിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാൻ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം ഒരു 15 മിനിറ്റോളം വേവിക്കണം. ഇതിപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള സവോള, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലോട്ട് ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മീറ്റ് മസാല എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. മസാലപ്പൊടികൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. മസാലപ്പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന ലിവർ ഇതിലോട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം.
ലിവറിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.